ബ്രൈഡിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു റൊമാൻറ്റിക് ഫീൽ കിട്ടുക ആ ലാപ്പിലിനാണ്. ആളുകൾക്ക് ഓരോ ലാപ്പിൽസ് ഏതൊക്കെ ഇവൻറ്റിനാണ് കൂടുതൽ ആപ്റ്റ് ആവുക എന്നുള്ള കാര്യത്തിൽ മിക്കപ്പോഴും നമ്മൾ കാണുന്നൊരു ഡൗട്ടാണ്. സോ നമുക്കതൊന്ന് സോൾവ് ചെയ്യാം. ഒന്ന് പീക്ക് ലാപ്പിൽ, പിന്നെ ഒന്ന് നോച്ച് ലാപ്പിൽ, പിന്നെ ഒന്ന് ഷോൾ ലാപ്പിൽ. ഒരു ഓഫീസ് മീറ്റിംഗ് ആണ്, ഒരു ബിസിനസ് മീറ്റിംഗ് ആണ്, അങ്ങനത്തെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നോച്ച് ലാപ്പിലാണ്. കാരണം നോച്ച് ലാപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു ഡൗൺ പോയിൻ്റ് ആയിരിക്കും ലാപ്പിൽമേൽ അടയാളപ്പെടുത്താം. ഈ ഡൗൺ ലാപ്പിലിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു അഗ്രസീവ് ലുക്കോ ഒരു ഡോമിനൻ്റ് ലുക്കോ ഒന്നും തരില്ല. വളരെ സിമ്പിൾ ആൻഡ് ഒരു കാഷ്വൽ ലുക്ക് അല്ലെങ്കിൽ സെമി ഫോർമൽ ലുക്ക് ആയിരിക്കും അത് ഡെലിവർ ചെയ്യും. ഇനി പീക്ക് ലാപ്പിലേക്ക് വരുമ്പോഴാണെങ്കിൽ നോച്ച് ലാപ്പിൽ ഡൗൺവേർഡ് പോയിൻ്റ് ചെയ്യുമ്പം പീക്ക് ലാപ്പിൽ അപ്വേർഡ് പോയിൻ്റ് ചെയ്യും. അതിനെക്കൊണ്ട് തന്നെ ഇത് നമുക്കൊരു സിമ്പിൾ കാഷ്വൽ ലുക്ക് അല്ല തരാം. ഇത് ശരിക്കും ഒരു ഡോമിനൻ്റ് ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള ലുക്ക് ആയിരിക്കും ഈ പീക്ക് ലാപ്പിൽ തരാം. അപ്പോൾ ഈ പീക്ക് ലാപ്പിൽ ഏറ്റവും ബെസ്റ്റ് ഫിറ്റായിട്ട് നമുക്ക് കാണപ്പെടാം ഡബിൾ ബ്രസ്റ്റ് സൂട്ടിലാണ്. ഇപ്പോൾ ഞാൻ ഈ വേറെ ഇതിലുള്ളൊരു ഡബിൾ ബ്രസ്റ്റ് സൂട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ്, നമ്മുടെ ഷോൾഡേഴ്സ് കുറച്ചും കൂടി ബ്രോഡായിട്ടും ഒക്കെ ഫീൽ ചെയ്യും. പിന്നെ അടുത്ത ലാപ്പിലാണ് ഷോൾ ലാപ്പിൽ. ഷോൾ ലാപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ലുക്കാണ് നമുക്ക് തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഗ്രസീവ് മോഡോ അല്ലെങ്കിൽ ഒരു കാഷ്വൽ മോഡോ അല്ല, പകരം നമ്മളൊരു സിമ്പിൾ ആൻഡ് ഒരു സോഫ്റ്റ് ലുക്ക്. ഫോർ എക്സാമ്പിൾ നമ്മൾ വൈറ്റിലൊക്കെ ഷോൾ ലാപ്പിൽ ചെയ്യും, അത് ടെക്സ്റ്റഡോയിൽ ബ്ലാക്കിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബ്രൈഡിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു റൊമാൻറ്റിക് ഫീൽ കിട്ടുക ആ ലാപ്പിലിനാണ്. കാരണം അത് ഈ പറഞ്ഞ പോലെ അഗ്രഷൻ ലുക്ക് ഡെലിവർ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഷേപ്പ് എങ്ങനെയാണ്, നമ്മുടെ ബൾക്കിയാണോ ടോളറാണോ ഷോർട്ടറാണോ, ഇതിനൊക്കെ കോറിലേറ്റ് ചെയ്തിരിക്കും നമ്മളിതിൽ ഏത് ലാപ്പിൽ ചൂസ് ചെയ്യണം എന്നുള്ളത്.